ദേവികുളം ചിന്നക്കനാലിൽ റേഷൻ കട തകർത്ത് ചക്കക്കൊമ്പൻ. റേഷൻ കടയോട് ചേർന്നുള്ള മുറിയിൽ താമസിക്കുകയായിരുന്ന യുവതിയും കുഞ്ഞും രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. ആഘോഷിക്കൂ ഈ ഓണക്കാലം ബേബി ഹബ് നെടുങ്കണ്ടത്തിനൊപ്പം. അരിക്കൊമ്പനെ നാട് കടത്തിയപ്പോൾ രൂക്ഷമായ ആക്രമണം തുടർന്നുകൊണ്ട് ചക്കക്കൊമ്പൻ മേഖലയിൽ വിലസുകയാണ്. മുറിക്കൊമ്പൻ ആനയെ കൊന്ന് സംഹാരതാണ്ഡവം പാടുന്ന ചക്കക്കൊമ്പൻ പന്തിയാർ എസ്റ്റേറ്റിലെ റേഷൻ കട 15 തവണയിലധികം തകർത്തു. ശനിയാഴ്ച വെളുപ്പിന് 4:30 ആനയിറങ്കൽ HML എസ്റ്റേറ്റ് ലയത്തിലുള്ള റേഷൻ കട ഇടിച്ചു തകർത്ത് റേഷനരി തിന്നുകയും റേഷൻ സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തത്. കടയുടെ സമീപ മുറിയിൽ താമസിക്കുന്ന റേഷൻ കടയിലെ സെയിൽസ് ഗേൾ സ്വരം കേട്ടുയർന്ന് ഭയന്ന് നിലവിളിച്ചത് കേട്ട് തൊഴിലാളികളെത്തി ശബ്ദം വെച്ചിട്ടും പിൻവാങ്ങാത്ത ആനയെ പിന്നീട് RRT സംഘം എത്തിയാണ് തുരത്തിയത്. ലയങ്ങളിലെ കെട്ടിടം കേടുപാട് തീർത്തു നൽകേണ്ട എസ്റ്റേറ്റ് മാനേജ്മെന്റ് ആണ്. എന്നാൽ കൃത്യസമയത്ത് അത് തീർത്തു കൊടുക്കുവാൻ അവർ തയ്യാറാകുന്നില്ല. റേഷൻ സാധനങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ചെലവും റേഷൻ കട ഉടമ തന്നെ വഹിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ആനയെ കാട്ടിൽ സംരക്ഷിക്കാൻ വനം വകുപ്പും ഇത്തരം മേഖലകളിൽ വാഹനങ്ങളിൽ റേഷൻ വിതരണത്തിന് സംവിധാനം ഭക്ഷ്യവിതരണ വകുപ്പും ഏർപ്പെടുത്തണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ലയങ്ങൾക്കും ലയങ്ങളോട് ചേർന്നുള്ള പൊതുസ്ഥാപനങ്ങൾക്കും ഫെൻസിംഗ് ഇട്ട് സംരക്ഷണം നൽകാൻ വനം വകുപ്പ് തയ്യാറാകണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ എന്താണ് രാത്രി ഇവിടെ വന്നപ്പോൾ രാവിലെ വന്ന് ഇവർ കൊച്ചി ഫോൺ വിളിച്ചു. ഇങ്ങനെ വന്ന് കട പൊട്ടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് കയറി വന്നപ്പോൾ ഫ്രണ്ടിൽ കിടന്ന് വാരിയൊക്കെ വലിച്ചെടുത്തുകൊണ്ട് അരി തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം പിള്ളേർ മൊത്തം അകത്താണ്. നമുക്ക് ഒന്നും ചെയ്യാതെ പറ്റാത്ത അവസ്ഥയായി. ഇപ്പം നാട്ടുകാരൊക്കെ കൂടി നിന്നു. വന്ന് ഒച്ചയിട്ടാലും പോകാത്ത സാഹചര്യത്തിലാണ് നിന്നുകൊണ്ടിരുന്നത്. അങ്ങോട്ടും പോകില്ല ഇങ്ങോട്ടും പോകില്ല. പിന്നെ RRTക്കാരൊക്കെ വിളിച്ച് പറഞ്ഞു. അവിടെ വന്നപ്പോൾ പടക്കം ഇട്ടപ്പോൾ പോയി. എല്ലാ പ്രാവശ്യവും ഈ വരുമ്പോൾ ഈ RRTക്കാർ പടക്കം വിടുമ്പോൾ മാത്രമേ ഈ പോകുന്നുള്ളൂ. ബാക്കിയുള്ള ഈ ജീവനക്കാർക്ക് ഒരു ഉത്തരവാദിത്തം, ഒരു ഗവൺമെന്റിൽ നിന്ന് ഒരു ഉത്തരവാദിത്തം കിട്ടുന്നില്ല. ഞങ്ങൾ എല്ലായിടത്തും ഇതുവരെ പല പ്രാവശ്യം ഞങ്ങൾ പരാതി വെച്ചിട്ടുണ്ട്. ഇതുവരെ ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തം ഗവൺമെന്റിൽ നിന്നും കിട്ടുന്നില്ല. ഞങ്ങളുടെ ഉടമസ്ഥന്മാരുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ട് അവരും ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം തരുന്നില്ല. ഇവിടെ വന്നു കഴിയുമ്പോൾ അവർ വന്ന് നോക്കുന്നുണ്ട്. വന്ന് പൊട്ടിച്ചോ, നോക്കി ഇത് നിങ്ങൾക്ക് മാറ്റിക്കോ, ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുള്ളൂ. ഇത് മിക്കവാറും നടന്നുകൊണ്ടിരിക്കണം. ഇത് ഒരു 6ാമത്തെ പ്രാവശ്യം ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ ഇതിൽ ഈ കടയിൽ ഇപ്പോൾ ഈ കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഭവം ആയിപ്പോയാൽ ഗവൺമെന്റിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ഇതും കിട്ടില്ല. ഞങ്ങൾക്ക് അവസാനം ഇവിടെ ഞങ്ങൾ പണിയെടുക്കുമ്പോൾ ഞങ്ങൾക്ക് 4000 രൂപ പൈസ കിട്ടുന്നുള്ളൂ. അതിനുവേണ്ടി ഞങ്ങളുടെ ജീവൻ കളയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങൾക്ക് എന്തെങ്കിലും ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഈ കടയുടെ ഞങ്ങൾ പണിയെടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് ചെയ്തു തരാം. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം.